ശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ഭയങ്കര ചികിത്സകളാണ്. ആസ്റ്ററിൽ ചെന്നാൽ, ലേക്ക് ഷോറിൽ ചെന്നാൽ, ബേബിയിൽ ചെന്നാൽ, അമ്മയിൽ ചെന്നാൽ ഭയങ്കര ചികിത്സാ സംവിധാനങ്ങൾ ഓരോ ആശുപത്രിയിലെ. അലോപ്പതി ആശുപത്രി ചെന്നാൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ആ ലൈറ്റും ആ സാധനങ്ങൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ കൺട്രോൾ അങ്ങ് പോയി. പിന്നെ അവൻ പറയണത് അവനങ്ങ് ചെയ്യും. നമുക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, ആ ഭ്രമിപ്പിക്കുന്നൊരവസ്ഥയാണ് ഈ ആശുപത്രിക്കാരെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് പറ്റുകയില്ല. അവരുടെ വാക്ക് വിശ്വസിച്ച് അവർ പറയണ പോലെ നമ്മൾ പിന്നെ കാശിറക്കുക, നിന്ന് കൊടുക്കുക എന്നുള്ളത് നടക്കുള്ളൂ. നമ്മൾ അടിമയായി. അതിന് പകരം ഇവിടെ നമുക്ക് മനസ്സിലാക്കാവും കഴിയുന്നത് നമ്മൾ ചെയ്തു നോക്കുന്നു, ഗുണമുണ്ടെങ്കിൽ തുടരുന്നു, പറ്റുമെങ്കിൽ തുടരുന്നു, പറ്റുന്ന പോലെ തുടരുന്നു, അതിൻ്റെ മെച്ചം കണ്ടു മനസ്സിലാക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഏത് വേണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത്? കണ്ണഞ്ചിപ്പിക്കുന്ന ആർഭാടങ്ങളുടെ പുറകെ പോയി ഗുണം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, എന്നിട്ടും ഗുണമൊന്നുമില്ലല്ലോ. അതേസമയം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. 10 ദിവസം 15 ദിവസം വെള്ളത്തിലിരുന്ന് അരക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്താണ് ആളിന് പോകുന്നത്. നട്ടെല്ല് നനച്ച് കിടന്ന് കൂടിയ ബിപിയും നാഡീഞരമ്പുകളുടെ പ്രയാസങ്ങളും മാറ്റിയെടുത്താണ് ആളിന് പോകുന്നത്. 10-15 ദിവസം കൊണ്ട് പ്രമേഹം മാറ്റിയിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ശാസ്ത്രീയമല്ല. ശാസ്ത്രീയം നിങ്ങളുടെ അസുഖം കൊണ്ട് ഞങ്ങൾക്ക് 10 കാശുണ്ടാക്കാൻ പറ്റുന്നതാണ് ശാസ്ത്രീയം. നിങ്ങളുടെ രോഗം കൊണ്ട് ഞങ്ങൾക്ക് കാശുണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ രോഗം മാറിപ്പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളൊരു പ്രമേഹ രോഗിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് വിറ്റുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ആ പ്രമേഹ രോഗിയെ പ്രകൃതിക്കാർ കൊണ്ടുപോയി പ്രമേഹം മാറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കളയും. നിങ്ങളുടെ കഞ്ഞി പാറ്റിയിടുകയാണോ? നിങ്ങളുടെ BP കൂടിയാൽ പിന്നെ നിങ്ങൾ മരിക്കുന്നത് വരെ മരുന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ വിധിക്കും. നിങ്ങളൽപ്പം മുരിങ്ങയില എടുത്ത് നിറയെ വെച്ചാൽ BP താഴെ പോകാതെ നോക്കണം. അത്രയുള്ള കാര്യമുള്ളൂ. നിങ്ങൾ ശവാസനത്തിൽ ദേഹാസനം തളർത്തി ഒന്ന് കിടന്നാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ലൈറ്റാക്കിയാൽ, ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങളാക്കിയാൽ മാറിപ്പോകുന്നതാണ് BP. പക്ഷെ അങ്ങനെ മാറിപ്പോയാൽ ഞങ്ങൾ ഈ ആശുപത്രി എങ്ങനെ നടത്തിക്കൊണ്ട് പോകും? 1000-10,000 കോടിയൊക്കെ മുടക്കിയിട്ടല്ലേ ഞങ്ങൾ ആശുപത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ രോഗമുള്ളപ്പോഴെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങളെ രോഗികളാക്കി വരുത്താനാണ് ഞങ്ങൾ അയഡിൻ ഉപ്പ് തരുന്നു, ഓരോരോ വാക്സിനുകൾ തരുന്നു, ഞങ്ങളുടെ മരുന്നുകൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കെല്ലാം തരുന്നു. നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ രോഗിയാക്കി ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളുടെ രോഗം പച്ചവെള്ളവും പഴവും കൊണ്ട് മാറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാരണക്കുട്ടിക്കിട്ട് അടിക്കും. അവരെ പിടിച്ചൊക്കെ ഞങ്ങൾ ജയിലിലിടും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.